നമസ്കാരം കുട്ടികളെ, ഞാൻ മുരളി സാറാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാക്കിയായ, അതായത് ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി സ്റ്റഡി അബൌട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, അല്ലേ, ഡെറിവേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അത് രണ്ടെണ്ണം ഞാൻ പഠിപ്പിച്ചായിരുന്നു, അല്ലേ. ഒന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ, അല്ലേ. അത് രണ്ടുമാണ് നമ്മൾ പഠിപ്പിച്ചത്. So today we discuss about another important topic, that is called what are the characteristics of equilibrium constant. Equilibrium constant പ്രധാനപ്പെട്ട characteristics എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് 4 പ്രോപ്പർട്ടീസ് ഉണ്ട്, 4 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഈ 4 2 മാർക്ക് ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് പഠിച്ചോണം. നിങ്ങൾ 2 എണ്ണമെങ്കിലും നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. 4 എണ്ണമാണ് പഠിക്കാനുള്ളതും എഴുതാനുള്ളതും, പക്ഷേ എങ്കിൽ പോലും 2 എണ്ണമെങ്കിലും നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, വളരെ സിമ്പിളായി ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നോക്കുക, ഞാൻ എഴുതി വായിക്കാം. ഒന്നാമത്തത്, it has a definite value for every reversible reaction and varies with the temperature. അപ്പോൾ ഏത് റിവേഴ്സിബിൾ റിയാക്ഷൻ എടുത്താലും അതിന് ഡെഫിനറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ, Kc is equal to active mass of C into active mass of D divided by active mass of A into active mass of B എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ആക്റ്റീവ് മാസസുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ കിട്ടുന്നത് ഒരു ഡെഫിനറ്റ് വാല്യൂ ആയിരിക്കും. അത് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ എന്താണ് പറയുന്നത്? ഇറ്റ് ഹാസ് എ ഡെഫിനറ്റ് വാല്യൂ ഫോർ എവരി റിവേഴ്സിബിൾ റിയാക്ഷൻ ആൻഡ് വേരീസ് വിത്ത് ടെമ്പറേച്ചർ. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ്. കണ്ടോ? അപ്പൊ റിയാക്ടൻസിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് ഈ വാല്യൂ ഒരു കാരണവശാലും ഡിപ്പെൻഡബിൾ അല്ല, ഇൻഡിപെൻഡന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എത്ര ആയിക്കോട്ടെ, കെ വാല്യൂവിന് പ്രത്യേകിച്ച് ആരും മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പൊ ഇൻഡിപെൻഡന്റ് ആണ്, മനസ്സിലായി? അതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. അപ്പൊ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻസ്. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി വെച്ചാൽ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് എ റിവേഴ്സ് റിയാക്ഷൻ വിൽ ബി ദ റെസിപ്രോക്കൽ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. അതെന്താ സംബന്ധിച്ച് വെച്ചാൽ, നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എടുക്കുമ്പോൾ ഫോർവേഡും ഉണ്ട് ബാക്ക്വേഡും ഉണ്ട്, അല്ലേ. അപ്പോൾ ഫോർവേഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ എഴുതി കഴിയുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ വെച്ചാൽ 1/, നമുക്ക് കിട്ടുന്നത് ബാക്ക്വേർഡ് റിയാക്ഷന്റെ ആയിരിക്കും. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഫോർവേഡിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നോക്കുക. ഇപ്പോൾ Kc നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, അല്ലെ. Kc എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ? ദെൻ അതെന്ന് പറഞ്ഞത് 1/Kc', അത് റെസിപ്രോക്കൽ ആണ്. Kc' എന്ന് പറയുമ്പോൾ ആ റിവേഴ്സ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായോ? ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നോക്കുക. ഇപ്പൊ A + B റിവേഴ്സിബിൾ, C + D. നമ്മൾ ഇത് വെച്ചുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറഞ്ഞാൽ പഠിച്ചേക്കുന്നത് Kc is equal to active mass of C into active mass of D divided by active mass of A into active mass of B എന്നാണ്. ഇവിടെ എല്ലാം നമ്പർ ഓഫ് മോൾസ് 1 ആണ്. ഓക്കെ, ഇനി ഞാൻ തിരിച്ചെഴുതാൻ പോവാം. അതായത് C + D റിവേഴ്സിബിൾ A + B. ഇങ്ങനെ റിയാക്ഷൻ വിചാരിച്ചേ. അപ്പോൾ ഈ വാല്യൂ നമ്മൾ Kc ഇട്ടിട്ട് ഡാഷ്, ദാറ്റ് ഈസ് ഈക്വൽ ടു active mass of A into active mass of B, right side divided by left side active mass of C into active mass of D എന്നല്ലേ. അപ്പൊ ഇവിടെ നോക്കി, ഇതിന്റെ ന്യൂമറേറ്റർ C and D ആണ്, ഡിനോമിനേറ്റർ A and B ആണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴോ A and B ന്യൂമറേറ്ററും C and D ഡിനോമിനേറ്ററും ആണ്. അപ്പൊ ഇതിന്റെ നേരെ റെസിപ്രോക്കൽ ആയത്. അതുകൊണ്ടാണ് Kc എന്ന് പറഞ്ഞാൽ 1/Kc' എന്ന് പറയാൻ കാരണം. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ Kcയും Kc' അവ തമ്മിൽ റെസിപ്രോക്കൽ ആണ്. ഇങ്ങനെ അത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്, ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. അതായത് ഒരു റിയാക്ഷനകത്ത് കാറ്റലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒരു കാരണവശാലും അത് ഡിപ്പെൻഡബിൾ അല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നോക്കി, ബിക്കോസ് ദ കാറ്റലിസ്റ്റ് ക്യാൻ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. കണ്ടോ? അപ്പോൾ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനകത്ത് 2 എണ്ണം ഉണ്ട്, ഫോർവേഡ് ഉണ്ട് ബാക്ക്വേർഡ് ഉണ്ട്. അതിനകത്ത് കാറ്റലിസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ആ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് കൂട്ടും, അതേപോലെ തന്നെ ബാക്ക്വേർഡിനെയും കൂട്ടും. അപ്പൊ വീണ്ടും ഇവിടെ ഇക്വിലിബ്രിയത്തിൽ തന്നെ വന്നു. കണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒരു കാരണവശാലും വേരി ചെയ്യത്തില്ല. ഇറ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് വാട്ട് ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. അപ്പൊ കാറ്റലിസ്റ്റ് ഇട്ടെന്ന് വിചാരിച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറണമെന്നില്ല. കാരണം ആ കാറ്റലിസ്റ്റ് 2 റിയാക്ഷന്റെയും റേറ്റ് ഒരുപോലെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ വീണ്ടും അത് equilibrium state ആയിരിക്കും. So these are the important properties of what
ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓർ കാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചോദ്യമാണ് കേട്ടോ, പഠിച്ചോണം. ഓക്കെ, നെക്സ്റ്റ് we want to study about another important relation, that is relation between Kp and Kc. നമ്മൾ കെപിയും കെസിയും കഴിഞ്ഞ പഠിച്ചിരുന്നത് എന്താണെന്ന് അല്ലേ? അപ്പോൾ അവർക്കിടെ റിലേഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ഒക്കെ ചോദിക്കാം. അതെങ്ങനെയാണ് ഡെറിവേറ്റ് ചെയ്യുന്നത്? സിമ്പിളാണ്, അതാണ് സിമ്പിളാണ്. നോക്കി ഇങ്ങോട്ട് നമ്മളിത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ റിവേഴ്സ് റിയാക്ഷൻ എടുക്കുക. സപ്പോസ് എ പ്ലസ് ബി ബി റിവേഴ്സിബിൾ സി സി പ്ലസ് ഡി ഡി ഇങ്ങനെ റിയാക്ഷൻ ആണ് ഇരിക്കട്ടെ. ഇവിടുത്തെ ഫോർവേഡ് റിയാക്ഷൻ നമുക്ക് അറിയാം, ബാക്ക്വേർഡ് റിയാക്ഷൻ അറിയാം. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി എഴുതാൻ പഠിച്ചിരുന്നു അല്ലേ? അപ്പൊ കെ സി എന്താണ്? ആക്റ്റീവ് മാസ് ഓഫ് സി റൈസ് ടു സി ഇൻറ്റു ആക്റ്റീവ് മാസ് ഓഫ് ഡി റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ ആക്റ്റീവ് മാസ് ഓഫ് എ റൈസ് ടു എ ഇൻറ്റു ആക്റ്റീവ് മാസ് ഓഫ് ബി റൈസ് ടു ബി. ഇത് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ റിവേഴ്സ് റിയാക്ഷന്റെ ഇക്വേഷൻ വെച്ചുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി അങ്ങോട്ട് എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പാർഷ്യൽ പ്രഷർ എഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ കെ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ബ്രാക്കറ്റ് ഇട്ടിട്ട് പാർഷ്യൽ പ്രഷർ ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഡി റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ബി റൈസ് ടു ബി. ഇത് ഇക്വേഷൻ നമ്പർ 2 ഞാൻ മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെ ഇപ്പോൾ ബോർഡിൽ 2 ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, മോളാർ കോൺസെൻട്രേഷൻ. സെക്കൻഡ് വൺ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിനകത്തൊന്ന് പി എന്താവും? പി വാട്ട് ഈസ് വാല്യൂ ഓഫ് പി? പി ഇസ് ഈക്വൽ ടു ഈ വി ഡിനോമിനേറ്റർ വരും, അപ്പോൾ എൻ ബൈ വി ഇൻറ്റു ആർ ടി എന്നാവും അല്ലേ? പി ഈക്വൽ ടു എൻ ബൈ വി ഇൻറ്റു ആർ ടി. ബട്ട് എൻ ബൈ വി എന്ന് പറഞ്ഞാൽ അത് കോൺസെൻട്രേഷൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച മൊളാരിറ്റി. മൊളാരിറ്റി ഇസ് എ യൂണിറ്റ് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പൊ എൻ ബൈ വി നമുക്ക് കോൺസെൻട്രേഷൻ എന്നുള്ള ടൈമിലേക്ക് മാറ്റാം, മനസ്സിലായോ? അത് ഞാൻ സി എന്ന് എടുക്കുകയാണ്. അപ്പൊ എൻ ബൈ വി ഈക്വൽ ടു വാട്ട്? സി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ആർ ടി എന്ന് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ 4 ഇടത്തേക്ക് അപ്ലൈ ചെയ്യാൻ പോകണം. എന്ന് പറഞ്ഞാൽ നോക്കിക്കോണം, പി എ, പി ബി, പി സി ആൻഡ് പി ഡി. ഈ 4 ഇക്വേഷൻ ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോകണം. ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ്, സി ആർ ടി ആണ്. ഞാൻ പറഞ്ഞു സി ഇസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ്. ഇവിടെ ഇപ്പോൾ എ എന്നുള്ളതാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിന് നമുക്ക് കോൺസെൻട്രേഷൻ ഇങ്ങനെ എടുക്കാം, കണ്ടോ? ആക്റ്റീവ് മാസ് എന്നിട്ട് എ എന്ന് എഴുതുക ഇൻറ്റു ആർ ടി എന്നാവും. വീണ്ടും അടുത്തത് കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു ആർ ടി എന്നാവും. അടുത്ത വീണ്ടും കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ടി എന്നാവും. അടുത്ത കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു ആർ ടി എന്നാവും. കണ്ടോ? 4 ഇക്വേഷൻ ആണ്. അപ്പോൾ we can write PA, PB, PC and PD. From this equation P equal to CRT. So once more, C is the concentration, that is equal to active mass. അപ്പോൾ ഇവിടെ ഇപ്പോൾ P equal to CRT ആ 4 കേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ PA is equal to molar concentration or active mass of A into RT, അടുത്ത active mass of B into RT, അടുത്ത active mass of C into RT, അടുത്ത active mass of D into RT. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വാല്യൂസ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏതാ? കെ പി എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ കെ പി ഇസ് ഈക്വൽ ടു പി സി തന്നെ എഴുതുന്നു, കണ്ടോ? ആക്റ്റീവ് മാസ് ഓഫ് സി ഇൻറ്റു ആർ ടി റൈസ് ടു സി എന്ന് കിട്ടും, മൊത്തത്തിൽ റൈസ് കേട്ടോ. അടുത്ത വരുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഡി ആണ്, ഓക്കെ, ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു ഡി വരും, ഡിവൈഡ് ബൈ വീണ്ടും അടുത്തത് ആക്റ്റീവ് മാസ് ഓഫ് എ ഇൻറ്റു ആർ ടി റൈസ് ടു എ, വീണ്ടും അടുത്തത് ആക്റ്റീവ് മാസ് ഓഫ് ബി ഇൻറ്റു ആർ ടി റൈസ് ടു ബി എന്ന് വരും. ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പോകണം, നോക്കുക. അപ്പോൾ കെ പി ഇസ് ഈക്വൽ ടു ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകണം എന്ന് പറയുമ്പോൾ ആക്റ്റീവ് മാസ് ഓഫ് സി റൈസ് ടു സി ഇൻറ്റു ആർ ടി റൈസ് ടു സി എന്നാവും. അടുത്തത് ആക്റ്റീവ് മാസ് ഓഫ് ഡി റൈസ് ടു ഡി ഇൻറ്റു ആർ ടി റൈസ് ടു ഡി എന്നാവും, ദ ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ ആക്റ്റീവ് മാസ് ഓഫ് എ റൈസ് ടു എ ഇൻറ്റു ആർ ടി റൈസ് ടു എ എന്നാകും. അടുത്ത വരുമ്പോൾ ആക്റ്റീവ് മാസ് ഓഫ് ബി റൈസ് ടു ബി
ഇൻറ്റു ആർ ടി റേസ് ടു ബി എന്നാവും. ഇതിനെ സ്പ്ലിറ്റ് ചെയ്താണ് കേട്ടോ. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോകണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ആക്റ്റീവ് മാസ് മാത്രം ഒന്നിപ്പിച്ച്. അപ്പൊ ആക്റ്റീവ് മാസ് ഓഫ് സി റേസ് ടു സി ഇൻറ്റു ആക്റ്റീവ് മാസ് ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ ആക്റ്റീവ് മാസ് ഓഫ് എ റേസ് ടു എ ഇൻറ്റു ആക്റ്റീവ് മാസ് ഓഫ് ബി റേസ് ടു ബി എന്നാവും. പിന്നെ പോയിട്ട് ബാക്കി അവശേഷിക്കുന്നത് ആർ ടി റേസ് ടു. നോക്കി, ഇവിടെ സിയും ഡി ഉണ്ട്, അതിന് നമുക്ക് സി പ്ലസ് ഡി ഒന്നിച്ച് എഴുതാം. ഡിവൈഡ് ബൈ താഴെ അതുപോലെ ആർ ടി റേസ് ടു എ പ്ലസ് ബി എന്ന് എഴുതാം. മനസ്സിലായോ? പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ആർ ടിയുടെ പവർ ഉണ്ട്, സി പ്ലസ് ഡി എന്നല്ലേ, ഡിനോമിനേറ്റർ എന്തുവാ എ പ്ലസ് ഡി ആണ്. അപ്പൊ നമുക്ക് സൗകര്യാർത്ഥം ഈ എ പ്ലസ് ബി അങ്ങ് മുകളിലോട്ട് പോട്ടെ. അപ്പൊ അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ആക്റ്റീവ് മാസ് ഓഫ് സി റേസ് ടു സി ഇൻറ്റു ആക്റ്റീവ് മാസ് ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ ആക്റ്റീവ് മാസ് ഓഫ് എ റേസ് ടു എ ഇൻറ്റു ആക്റ്റീവ് മാസ് ഓഫ് ബി റേസ് ടു ബി. ഇനി ആർ ടി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്നാവും. എന്താ പറയാൻ ശ്രദ്ധിക്കുക, ഇവിടെ ആർ ടിയുടെ പവർ സി പ്ലസ് ഡി ആണ്, ഇവിടെ ആർ ടിയുടെ പവർ എ പ്ലസ് ബി ആണ്. അപ്പൊ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഡിനോമിനേറ്ററിലുള്ള ആ എ പ്ലസ് ബി എന്നുള്ളത് മുകളിലോട്ട് അങ്ങ് പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്നാവും. ഓക്കെ, ലാസ്റ്റ് ഇക്വേഷൻ നോക്കുക. therefore kp is equal to, നിങ്ങളെ ഇത്രയും എന്ന് പറയുന്നത് നമുക്ക് കെ സി എന്ന് എടുക്കാം, ശരിയല്ലേ? പിന്നെ ഇപ്പോൾ ബാക്കി ആരുണ്ട്, ആർ ടി ഉണ്ട്, റേസ് ടു. ഇനി നോക്കട്ടെ, സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. അതെന്തുവാ? സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിലുള്ള ഗേഷ്യസ് പ്രൊഡക്റ്റിലുള്ള നമ്പർ ഓഫ് മോൾസ് ആണ്. എ പ്ലസ് ബി എന്ന് പറയുന്നത് റിയാക്ടൻസ് ഗേഷ്യസ് ആയിട്ടുള്ളതിന്റെ നമ്പർ ഓഫ് മോൾസിന്റെ സമ്മാണ്. അപ്പൊ അവ നമ്മുടെ ഡിഫറൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എൻ എന്ന് മാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. സോ ദിസ് ഇക്വേഷൻ ഗീവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. അപ്പൊ ഇവിടെ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഓർത്തിരിക്കുക, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് എന്നാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, സോളിഡ് ലിക്വിഡ് ഒന്നും എടുക്കാൻ പാടില്ല. ഡെൽറ്റ എൻ കണ്ടുപിടിക്കുമ്പോൾ അവിടെ നിങ്ങൾ എടുക്കേണ്ടത് ഗേഷ്യസ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസിൽ നിന്ന് ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്ടൻസിന്റെ നമ്പർ ഓഫ് മോൾസ് മൈനസ് ചെയ്യണം. അപ്പോൾ ദിസ് ഇക്വേഷൻ ഈസ് റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. ഓക്കെ, അപ്പൊ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഇത് നമുക്ക് ഡെറിവേഷൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ പ്രോബ്ലം ചോദിക്കും, ആ പ്രോബ്ലം ഞാൻ തീർച്ചയായും ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പൊ ഇത് നിങ്ങളെ ഡെറിവേഷൻ ചെയ്ത് പഠിക്കും കേട്ടോ, ചെയ്തെങ്കിലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്നത്. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്.